My dear students, today we can study about nerves. We have already studied what are nerves. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് നാഡികളെക്കുറിച്ച് പഠിക്കാം. നാഡികളെക്കുറിച്ച് മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. Nerves are one of the major part of the nervous system. നാഡീവ്യവസ്ഥയിലെ മുഖ്യ ഭാഗങ്ങളിൽ ഒന്നാണ് നാഡികൾ. Nerves are group of axons or nerve fibers. ആക്സോണുകളുടെ അഥവാ നാഡീതന്തുക്കളുടെ കൂട്ടമാണ് നാഡികൾ. അപ്പോൾ എന്താണ് നാഡികൾ? ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡികൾ. This group of axons are covered by connective tissue. നാഡികളെ ആവരണം ചെയ്ത് യോജക കല കാണപ്പെടുന്നു. All of you look at the figure 1.3 of your textbook, page number 12. There you can see the cross section of a nerve. Here you can see there are groups of axons covered by connective tissue. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം 1.3 പേജ് നമ്പർ 12 നാഡിയുടെ ഛേദം കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് ആക്സോണുകളുടെ കൂട്ടങ്ങൾ കാണാൻ സാധിക്കും. അവയെ പൊതിഞ്ഞ് യോജക കലയും കാണാൻ സാധിക്കും. Now we can study the peculiarity of nerves. Nerves are classified into 3 based on the peculiarity. They are sensory nerve, motor nerve and mixed nerve. നാഡികളെ അവയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് 3 തരംതിരിക്കാം. സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. We have already studied that nerves are group of axons or nerve fibers. നാഡികൾ നാഡീതന്തുക്കൾ അഥവാ ആക്സോണുകൾ ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന് നാം മുമ്പ് പറഞ്ഞുവല്ലോ. What is the peculiarity of sensory nerve? Sensory nerve is formed of sensory nerve fibers. എന്താണ് സംവേദനാഡിയുടെ പ്രത്യേകത? സംവേദനാഡി സംവേദനാഡി തന്തുക്കൾ ചേർന്ന് ഉണ്ടാകുന്നു. How is sensory nerve formed? Sensory nerve is formed of sensory nerve fibers. എങ്ങനെയാണ് സംവേദനാഡി ഉണ്ടാക്കിയിരിക്കുന്നത്? സംവേദനാഡി സംവേദനാഡി തന്തുക്കൾ ചേർന്ന് ഉണ്ടാകുന്നു. What is the peculiarity of motor nerve? Motor nerve is formed of motor nerve fibers. എന്താണ് പ്രേരകനാഡി? പ്രേരകനാഡി പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. How motor nerve is formed? Motor nerve is formed of motor nerve fibers. എങ്ങനെയാണ് പ്രേരകനാഡി ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രേരകനാഡി പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നു. What are mixed nerve? Mixed nerve is formed of sensory nerve fibers and motor nerve fibers. That means in mixed nerve both sensory nerve fibers
and motor nerve fibers are seen. എന്താണ് സമ്മിശ്രനാഡി? സമ്മിശ്രനാഡി സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും ചേർന്ന് ഉണ്ടാകുന്നു. അതായത് സമ്മിശ്രനാഡിയിൽ രണ്ടു തരം നാഡീതന്തുക്കളും കാണപ്പെടുന്നു. സംവേദനാഡീ തന്തുക്കളും പ്രേരകനാഡീതന്തുക്കളും കാണപ്പെടുന്നു. How is mixed nerve formed? Mixed nerve is formed of sensory nerve fibers and motor nerve fibers. എങ്ങനെയാണ് സമ്മിശ്രനാഡി ഉണ്ടാകുന്നത്? സംവേദനാഡീ തന്തുക്കളും പ്രേരകനാഡീ തന്തുക്കളും ചേർന്നാണ് സമ്മിശ്രനാഡി ഉണ്ടാകുന്നത്. Now we can study what are the functions of these nerves. ഇനി നമുക്ക് ഈ നാഡികളുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. Sensory nerve. As the name indicates, it carries the impulses from various parts of the body, from various sense organs to the brain and spinal cord. ഇനി നമുക്ക് നാഡികളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് സംവേദനാഡിയുടെ ധർമ്മം? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. The next nerve is motor nerve. What is the function of motor nerve? Motor nerve carries impulses from brain and spinal cord to various parts of the body. എന്താണ് പ്രേരകനാഡിയുടെ ധർമ്മം? പ്രേരകനാഡി തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. The third type of nerve is mixed nerve. What is the function of mixed nerve? As the name indicates, it carries impulses from different parts of the body to brain and spinal cord, and also carries impulses from brain and spinal cord to different parts of the body. That is, it carries impulses to and from the brain and spinal cord. മൂന്നാമത്തെ തരം നാഡിയാണ് സമ്മിശ്രനാഡി. എന്താണ് സമ്മിശ്രനാഡിയുടെ ധർമ്മം? സമ്മിശ്രനാഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു. അതുപോലെ തലച്ചോറ്, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ തിരിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അതായത് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് സമ്മിശ്ര നാഡിയാണ്. Nerves are classified into three on the basis of their peculiarities and functions. They are sensory nerve, motor nerve and mixed nerve. നാഡികളെ അവയുടെ പ്രത്യേകതയും ധർമ്മവും അനുസരിച്ച്
മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. On the basis of the direction of impulse, neurons can be classified into two. They are sensory neurons and motor neurons. സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ രണ്ടായി തരംതിരിക്കാം. സംവേദ നാഡീകോശം, പ്രേരക നാഡീകോശം. What are sensory neurons? Sensory neurons carries impulses to the brain and spinal cord. They are carrying the impulses to the brain and spinal cord. എന്താണ് സംവേദനാഡീകോശങ്ങൾ? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദനാഡീകോശങ്ങൾ. What are motor neurons? Motor neurons carry impulses from the brain and spinal cord to various parts of the body. എന്താണ് പ്രേരക നാഡീകോശങ്ങൾ? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങളാണ് പ്രേരക നാഡീകോശങ്ങൾ. The example of sensory nerve is optic nerve. The example of motor nerve is hypoglossal nerve. That is the 12th cranial nerve. The example of mixed nerve is vagus nerve. It is the 10th cranial nerve. സംവേദനാഡിയുടെ ഉദാഹരണമാണ് നേത്രനാഡി. പ്രേരകനാഡിയുടെ ഉദാഹരണമാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. ഇത് 12ാമത്തെ ശിരോനാഡിയാണ്. സമ്മിശ്രനാഡിയുടെ ഉദാഹരണമാണ് വാഗസ് നാഡി. ഇത് 10ാം ശിരോനാഡിയാണ്.